തക്കാളി ലേലത്തിന് പുകൾപെറ്റ തമിഴ്നാട്ടിലെ വേലന്താവളം. ഇവിടെ ഇത്തവണ ആർപ്പും വിളിയും ആരവവും കുറവ്. തക്കാളി കർഷകർ സമീപകാലത്ത് കണ്ട ഏറ്റവും ദയനീയമായ വിലയിടിച്ചിലുള്ള വിളവെടുപ്പ് കാലം. ഇക്കാണുന്ന തക്കാളികൾക്കേ നിറമുള്ളൂ. കർഷകരുടെ മനസ്സിനും മുഖത്തിനും നിറമില്ല. നിഴൽ മൂടിയ തക്കാളി വിപണിയിൽ നിന്ന് കരിമ്പനകൾ അതിരിടുന്ന ചെമ്മൺ പാത താണ്ടി ഹരിതഭാരതത്തിൻ്റെ പ്രയാണം. നീലാകാശത്തിനു താഴെ വരണ്ടു കിടക്കുന്ന കൃഷിഭൂമി. നവക്കരയിലേക്കാണ് ഈ യാത്ര. ഈ ഗ്രാമങ്ങളിലെ സാധാരണ കർഷകർ പച്ചക്കറി കൃഷി ചെയ്ത് നഷ്ടത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുമ്പോൾ നവക്കരയിലെ എം കുമാരവേൽ ചിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ നഷ്ടമെന്ന വാക്കിന് ഇടമില്ല. ഏതു കാലത്തും വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർഷകനാണ് കുമാർ എന്ന് വിളിക്കുന്ന എം കുമാരവേൽ. എന്നും ലാഭത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുകയും അത് യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന ഈ വ്യക്തിയുടെ ജീവിതവും കൃഷിയും വേറിട്ട ചിന്തയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ചരിത്രം കൂടിയാവുന്നു. കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം.കോം ബിരുദം നേടി പുറത്തിറങ്ങുമ്പോൾ ഒറ്റ കാര്യത്തിലെ കുമാരവേൽ എന്ന കുമാറിന് നിർബന്ധമുണ്ടായിരുന്നുള്ളൂ. താൻ മറ്റാരുടെയും കീഴിൽ നിന്ന് ഒരു തൊഴിലും ചെയ്യില്ല. ചെയ്യുന്ന തൊഴിലിന് മാന്യതയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടായിരിക്കണം. അതിലുപരിയായി അത് മനസ്സിന് ഉല്ലാസം നൽകുന്നതായിരിക്കണം. നാലാൾ കണ്ടാൽ അവർക്കും ചെയ്യാൻ തോന്നുന്നതായിരിക്കണം. സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തിയപ്പോൾ ഈ നിർബന്ധങ്ങളെല്ലാം കുമാർ പാലിക്കുകയും ചെയ്തു. ഏറ്റവും ബെസ്റ്റ് ബിസിനസ് റാബിറ്റ് ബിസിനസ്സിൻ്റെ അതിലുള്ള അഡ്വാൻറ്റേജസ് എല്ലാം നമ്മൾ பார்த்தപ്പോൾ മീറ്റ് വന്ന് നല്ല ഒരു ഓർഗാനിക് മീറ്റ്. കലർപ്പില്ലാത്ത ശുദ്ധമായ മാംസത്തിന് വേണ്ടി വളർത്തുന്ന 600ഓളം മുയലുകളാണ് ഇന്ന് കുമാറിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. ആഴ്ചയിൽ ഇവിടെ നിന്ന് 300 കിലോ മുയൽ മാംസമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിവിധ മാർക്കറ്റുകളിൽ എത്തുന്നത്. 1 കിലോ മുയൽ മാംസത്തിന് 120 രൂപ വരെ ലഭിക്കും. ഒരു മാസത്തെ കുമാരൻ്റെ ആദായം 1,44,000 രൂപ. പമ്മി പതുമിയിരിക്കുന്ന ഈ മുയലുകളാണ് ഇത്ര വരുമാനം നേടിക്കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം. ദേശീയപാതയ്ക്ക് ഇരുപുറവുമായി നവക്കരയിൽ പരമ്പരാഗത കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് കുമാരൻ്റെ ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് ഗ്രാമത്തിലെ മറ്റു കൃഷിക്കാരും സ്വന്തം കുടുംബാംഗങ്ങളും സമ്മതിക്കുന്നു. ശരിയായ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് കടുത്ത പരീക്ഷണങ്ങളെയും എതിർപ്പുകളെയും വ്യാപാര നഷ്ടത്തെയും നേരിട്ട ഒരു ഭൂതകാലവും കുമാറിനുണ്ട്. അത്തരം കഠിനകാലങ്ങൾ നൽകിയ അഗ്നിപരീക്ഷകളെ തരണം ചെയ്താണ് കുമാർ ഇന്ത്യയിലെ ഒന്നാം നിര മുയൽ കൃഷിക്കാരനാകണമെന്ന മോഹവുമായി മുന്നോട്ട് കുതിക്കുന്നത്. തലമുറകളായി കൃഷിയെ ആശ്രയിച്ച് ജീവിതം പുലർത്തിയിരുന്നവരാണ് കുമാറിൻ്റെ കുടുംബവും. കാരണവന്മാരുടെ പാതയിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചത് കുമാർ മാത്രവും. ஏதாவது ஒரு பிஸ்னஸ் செய்துட்டு நம்ம அந்த பிஸ்னஸில் 10 ஃபேமிலிக்கு வேலை கொடுத்து அவங்கள நல்லபடிக்கு ஒன்று என்கரேஜ் பண்ணுங்கிறது നമ്മളോட എയിം. തനിക്ക് സ്വന്തമായി തൊഴിലും തൊഴിൽ ശൈലിയും വേണമെന്ന ശാഠ്യത്തിൽ നിന്ന് ആദ്യം തുണി വ്യവസായത്തിലേക്കാണ് തിരിഞ്ഞത്. തുടർന്ന് പഴക്കച്ചവടത്തിലേക്കും ഹോട്ടൽ ബിസിനസ്സിലേക്കും ഡയറി ഫാമിലേക്കും തിരിഞ്ഞു. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിറയെ പ്രശ്നങ്ങൾ ഇരുந்துச்சு. അപ്പോഴെല്ലാം മണ്ണിൻ്റെ മണം കുമാറിലെ കർഷകനെ തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. കാർഷിക വൃത്തിയിൽ നിന്ന് വേറിട്ട ഒരു പാത തനിക്കില്ലെന്ന് അതോടെ കുമാർ മനസ്സിലാക്കി. ഏറ്റെടുത്ത ചില വ്യവസായ സംരംഭങ്ങൾ നഷ്ടത്തിലായതോടെ ഈ തീരുമാനത്തിന് സ്ഥിരതയുണ്ടായി. വേറിട്ട കൃഷിയുടെ വിജയത്തിലേക്ക് മടങ്ങിവരാൻ അദ്ദേഹം തയ്യാറെടുപ്പ് തുടങ്ങി. അങ്ങനെയാണ് 2 വർഷം മുൻപ് മുയൽ വളർത്തലിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. ഈ രംഗത്തെ സംബന്ധിച്ച് കേട്ടറിവ് മാത്രമായിരുന്നു അപ്പോൾ കൈമുതൽ.
പശു വളർത്തലിനായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മുയൽ വളർത്തലിനായി മാറ്റിയെടുത്തത്. കമ്പി വല കൊണ്ട് കൂടുണ്ടാക്കി പല അടുക്കുകളിലായി പല നിരകളിലായി അവ സ്ഥാപിച്ചു. മുകളിൽ നിന്നും വശങ്ങളിൽ നിന്നും തുറക്കാവുന്ന വിധത്തിൽ കൂടുകൾക്ക് വാതിലുണ്ടാക്കി. വളർത്തുന്ന ഇനങ്ങളുടെ വലിപ്പവും സ്വഭാവവും അനുസരിച്ച് കൂടുകളെ വേർതിരിച്ചു. 9 ഇനം മുയലുകൾ ഇവിടെയുണ്ട്. അവ പെറ്റുപെരുകി ഇപ്പോൾ ഇവിടെ സ്ഥലം തികയാതെ വന്നിരിക്കുകയാണ്. ആഴ്ചയിൽ 300 കിലോ മുയൽ മാംസം ഉൽപ്പാദിപ്പിച്ചിട്ടും ആവശ്യക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. അതിനാൽ 7 ഏക്കറിലെ വിപുലമായ ഷെഡിലേക്ക് മുയൽ കേന്ദ്രം വികസിപ്പിക്കാനുള്ള തീവ്ര നടപടികളിലാണ് കുമാർ. நம்மளோட ட்ரீம்னு எடுத்தாச்சுன்னா இந்தியாவில் லார்ஜஸ்ட் ரேபிட் ஃபார்ம் கொண்டு வரணும். இந்தியாவில் ரேபிட் மீட்டு நல்லபடியாக சேலாக இப்போ வேர்ல்டு മുയൽ വളർത്തൽ ലാഭം കൊയ്യുന്ന ഒരു കൃഷിയായി മാറുമ്പോൾ പഴയ കഥയിലെ ഉറങ്ങിപ്പോയ മുയലിനെ ഇനി മറക്കേണ്ടി വരും. ഇവിടെ മുയലുകൾ അലസരായി അടങ്ങിക്കിടക്കുന്നില്ല. അവ തിന്നു കൊഴുത്ത് വളർച്ചയിലേക്ക് വേഗം കുതിക്കുന്നു. വൈറ്റ് ജയൻറ്റ്സ്, ന്യൂസിലാൻഡ് വൈറ്റ്സ്, സാൻസില എന്നീ ഇനം മുയലുകളെ വളർത്തുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ മുയൽ വ്യാപാരം തുടങ്ങുവാൻ നല്ലത്. മുയൽ വളർത്തലിനെ ലാഭകരമാക്കാൻ കോൺട്രാക്ട് ഫാമിംഗ് അത്യുത്തമമെന്ന് കുമാർ വിശ്വസിക്കുന്നു. 8 പെൺമുയലും 2 ആൺമുയലും അടങ്ങിയ 10 മുയലുകളുടെ ഒരു യൂണിറ്റ് ചെറുകിട കർഷകർക്ക് വിൽക്കുകയും അവ പ്രസവിക്കുന്ന മുയലുകളെ വളർച്ചയെത്തി കഴിയുമ്പോൾ തിരിച്ചു വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കോൺട്രാക്ട് ഫാമിംഗ്. 40 അടി വിസ്തീർണമുള്ള കൂടിൻ്റേതടക്കം മറ്റു ചെലവുകളും ഉൾപ്പെടുത്തി 12,800 രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് മുയലിനെ കുമാർ വിൽക്കുന്നത്. ഒരു യൂണിറ്റ് മുയലിനെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താൻ 350 അടി വിസ്തീർണമുള്ള ഷെഡ് വേണം. ഇത്തരമൊരു ഷെഡ് നിർമ്മിക്കുന്നതിന് 10,000 രൂപയോളമാകും. ഒരു യൂണിറ്റിൽ നിന്ന് കർഷകന് വരുമാനം ലഭിച്ചു തുടങ്ങാൻ 5 മാസത്തെ കാത്തിരിപ്പ് ആവശ്യമുണ്ട്. ഈ സമയം മുയലുകളുടെ ഭക്ഷണം, കൂടിൻ്റെ മെയിൻ്റനൻസ് എന്നിവയടക്കം പ്രതിമാസം 3,000 രൂപ വെച്ച് 5 മാസത്തേക്ക് 15,000 രൂപ ചെലവ് വരും. ഈ ഇനത്തിൽ 25,000 രൂപയാണ് ഒരു കർഷകൻ കോൺട്രാക്ട് ഫാമിംഗ് ആരംഭിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപമായി കരുതി വയ്ക്കേണ്ടത്. ഒരു മുയൽ ഒറ്റ പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങളെയെങ്കിലും പ്രസവിക്കും. ഇങ്ങനെ ഒരു യൂണിറ്റിലെ 8 പെൺമുയലുകൾക്ക് 5 കുട്ടികൾ വീതം 40 കുട്ടികളെ ആദ്യ പ്രസവത്തിൽ പ്രതീക്ഷിക്കാം. ഓരോ 2 മാസം കൂടുമ്പോഴും തുടർന്ന് ഈ മുയലുകൾ 40 കുട്ടികളെ വീതം പ്രസവിക്കും. 4 മാസം വളർച്ചയെത്തിയ മുയലിന് 2.5 കിലോ തൂക്കം വരും. 5-ാം മാസം മുതൽ ഈ കർഷകരിൽ നിന്ന് കുമാരവേൽ മുയലുകളെ കിലോയ്ക്ക് 80 രൂപ പ്രകാരം കൊല്ലാതെ തിരിച്ചെടുത്തു തുടങ്ങും. 25,000 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വാങ്ങി മുയൽ കൃഷി ആരംഭിച്ച കർഷകന് 5-ാം മാസം തൊട്ട് 6,400 രൂപ പ്രതിമാസം വരുമാനം ലഭിച്ചു തുടങ്ങും. ഇങ്ങനെ വാങ്ങുന്ന മുയലുകളെ ഡ്രസ് ചെയ്ത് വിപണിയിലെ ശീതീകരിച്ച മാംസമാക്കി കുമാർ വിൽക്കുന്നു. ധനസഹായം ലഭ്യമാക്കി ചെറുകിട കർഷകർക്ക് ധൈര്യമായി കോൺട്രാക്ട് ഫാമിംഗിൽ ഏർപ്പെടാവുന്നതാണ്. ശുദ്ധമായ മാംസം എന്ന നിലയിൽ ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ അസുഖമുള്ളവർക്ക് പോലും മുയൽ മാംസം കഴിക്കാമെന്ന് വൈദ്യശാസ്ത്രം ഉറപ്പു തരുന്നു. ഇന്ന് ലഭ്യമായ മറ്റ് മാംസാഹാരവുമായി തുലനം ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഗുണമേന്മയാണ് മുയൽ മാംസത്തിനുള്ളത്. 72.9% ജലാംശം 1 കിലോ മുയൽ മാംസത്തിൽ അടങ്ങിയിരിക്കുമ്പോൾ ചിക്കനിലെ ജലാംശം 67.7%, റെഡ് മീറ്റിൽ അത് 56.5%. മുയൽ മാംസത്തിലെ പ്രോട്ടീൻ 21% ചിക്കനിൽ അത് 20%, റെഡ് മീറ്റിൽ അത് 15.9%. 1% മുയൽ മാംസത്തിലെ കൊഴുപ്പിൻ്റെ അളവ്. ചിക്കനിൽ അത് 6 മുതൽ 15% വരെയും റെഡ് മീറ്റിൽ അത് 27%.
മുയൽ മാംസത്തിൽ 199% കലോറി അടങ്ങിയിരിക്കുമ്പോൾ ചിക്കനിൽ അത് 202%, റെഡ് മീറ്റിൽ 308%. മുയൽ മാംസത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 50 മില്ലിഗ്രാമും ചിക്കനിലും റെഡ് മീറ്റിലും അത് 60 മുതൽ 80 മില്ലിഗ്രാം വരെയുമാണ്. സാധാരണഗതിയിലുള്ള മുയൽ മാംസത്തിലെ ഘടകങ്ങളുടെ അളവ് ഇതായിരിക്കെ കുമാറിൻ്റെ മുയൽ വളർത്തൽ കേന്ദ്രത്തിലെ മുയൽ മാംസത്തിന് പ്രത്യേകതകൾ പറയാൻ ഇനിയുമുണ്ട്. കൃത്രിമ ആഹാരം അല്പവും നൽകാതെയാണ് കുമാർ തൻ്റെ ഫാമിലെ മുയലുകളെ വളർത്തുന്നത്. രാസപദാർത്ഥങ്ങളോ ഹോർമോണുകളോ ഇവിടുത്തെ മുയൽ മാംസത്തിൽ കലരുന്നുമില്ല. പുല്ല്, ചോളമാവ്, ഗോതമ്പ് തവിട്, വിറ്റാമിൻ പൊടി എന്നിവ മാത്രമാണ് മുയലുകളുടെ ആഹാരം. ഭക്ഷണത്തിനൊപ്പം നിത്യവും മാംസം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഉത്തമമായ മാംസാഹാരം മുയൽ തന്നെ. ഇന്ത്യയിൽ ഇന്ന് മുയൽ മാംസത്തിന് ധാരാളം ആവശ്യക്കാരുണ്ട്. മായം കലരാത്ത മുയൽ മാംസം നിർഭയമായി ഉപയോഗിക്കാം എന്ന ഗുണം തന്നെയാണ് ഇവയുടെ വർദ്ധിച്ച ആവശ്യകതയ്ക്ക് പിന്നിൽ. വിപണിയിൽ പ്രിയമുള്ളത് തന്നെയാണ് ഇവയുടെ വിലക്കയറ്റത്തിനും കാരണം. മുയൽ വ്യവസായം ലാഭകരമാക്കാൻ മുയലിനെ സംബന്ധിച്ച് എന്തും ഉപയോഗയോഗ്യമാക്കി മാറ്റണം എന്ന പാഠമാണ് കുമാറിന് നൽകാനുള്ളത്. ഇവിടെ മുയലിൻ്റെ കാഷ്ടവും മൂത്രവും എടുത്ത് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പാചകവാതകം നിർമ്മിക്കുന്നുണ്ട്. പാചകവാതക നിർമ്മാണത്തിന് ശേഷം മിച്ചം വരുന്ന അവശിഷ്ടങ്ങൾ ജൈവവളമാക്കിയെടുക്കും. ഈ ജൈവവളമാണ് പ്രധാനമായും കുമാറിൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്കും തെങ്ങിൻ തോപ്പിലേക്കും പോകുന്നത്. മാംസമെടുത്ത ശേഷം ലഭിക്കുന്ന മുയലിൻ്റെ തുകൽ സംസ്കരിക്കും. വിപണിയിൽ സംസ്കരിച്ച തുകലിന് ആവശ്യക്കാർ ഏറെ. ரேபிட்டோட ஸ்கின்னு அது ஃபர் ஸ்கின்னு சொல்லும். ஃபர் அப்படியே ஒரு 10-15 வருஷம் வரை அதோட ஃபர் அப்படியே இருக்கும். அதே இந்த நல்லா ஸ்கின்னை வச்சுட்டு டாய்ஸ், லெதர் டாய்ஸ் பண்ணுறவங்களுக்கும், லெதர் ஹேண்ட்பேக்ஸு, லெதர் நம்ம ജെർക്കിൻസ് യൂസ് பண்ணுறோம். നന്നായി സംസ്കരിച്ച ഒരു മുയലിൻ്റെ തുകലിന് 100 രൂപ വരെ വിപണിയിൽ നിന്ന് ലഭിക്കും. തിരുച്ചിറപ്പള്ളിയിൽ കൊണ്ടുചെന്നാണ് കുമാർ തുകൽ സംസ്കരിക്കുന്നത്. ഇങ്ങനെ സംസ്കരിക്കപ്പെട്ട തുകലിൻ്റെ ഏറ്റവും വലിയ വിപണി ചെന്നൈയാണ്. വെള്ളമുയലിൻ്റെ തുകലിനാണ് ഏറെ പ്രിയം. അവയിൽ ഏതു നിറവും കൊടുക്കാം എന്നത് തന്നെ പ്രധാന ആകർഷണീയത. വെള്ളമുയലിൻ്റെ തുകലിനെ അപേക്ഷിച്ച് കറുത്ത മുയലിൻ്റെ തുകലിന് 15 രൂപയോളം കുറവ് വരും. വളരെ തുച്ഛമായ ചെലവ് മാത്രമേ ഇങ്ങനെ തുകൽ സംസ്കരിക്കുന്നതിന് വേണ്ടി വരികയുള്ളൂ. നന്നായി സംസ്കരിച്ച ഒരു മുയലിൻ്റെ തുകൽ കണ്ടാൽ ഇത് മുയലിൻ്റെ തൊലിയോ അതോ പട്ടുതുണിയോ എന്ന് ആരും ചോദിച്ചു പോകും. അത്രമാത്രം മൃദുത്വവും നേർമയുമാണ് മുയൽ തൊലി സംസ്കരിച്ചാൽ ലഭിക്കുന്നത്. പളുങ്ക് കണ്ണുകളും മിനുത്ത പട്ടുരോമങ്ങളുമായി മീശ വിറപ്പിച്ചുകൊണ്ട് ഓടിയെത്തുന്ന ഒരു മുയൽ ഒരു തലമുറയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വരുമാനം നൽകും. അത്യന്തം ലാഭകരമായ ഈ തൊഴിലിന് ഒട്ടേറെ സൗകര്യങ്ങളുമുണ്ട്. വൈദ്യുതിയോ വിദഗ്ധരായ ജോലിക്കാരോ ഇതിനാവശ്യമില്ല. പ്രാരംഭ ദശയിൽ വീട്ടിലെ അംഗങ്ങൾക്കു തന്നെ മുയൽ വളർത്തലിൽ ഏർപ്പെടാവുന്നതാണ്. മുയലിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പുറമേ നിന്നുമുള്ള ജോലിക്കാരുടെ സഹായം തേടിയാൽ മതിയാകും. ശാരീരികമോ മാനസികമോ ആയി അധികം ആയാസം വേണ്ടാത്ത ഈ തൊഴിലിൽ നിന്ന് പണത്തിനൊപ്പം വലിയ അളവിൽ മാനസിക ഉല്ലാസം നേടിയെടുക്കാനും കഴിയും. അല്ലെങ്കിൽ തന്നെ ഈ നിഷ്കളങ്ക ജീവികളോടൊപ്പം സമയം ചെലവിടാൻ ആഗ്രഹിക്കാത്തവർ ഭൂമിയിൽ ആരുണ്ടാവും? മുയൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂട് സ്ഥാപിക്കുന്ന സ്ഥലത്തിൻ്റെ വൃത്തിയും വായു സൗകര്യവുമാണ്. അറ്റ് പ്രസൻറ്റ് வந்து മാക്സിമം റാബിറ്റ് ബിസിനസ്സോட ഉള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നാന്ന് பார்த்துட்டு அதுக்கு ഡിസീസ് സാംക്രമിക രോഗങ്ങളെ അകറ്റി നിർത്താൻ ശുചിത്വം പാലിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. വൈറ്റമിൻ്റെ അഭാവം മൂലവും മുയലുകൾക്ക് രോഗം വരാം. വിദഗ്ധ ഉപദേശപ്രകാരം ആവശ്യമായ തോതിൽ വൈറ്റമിൻ കൊടുത്താൽ
75% രോഗങ്ങളെയും മുയലുകളിൽ നിന്ന് അകറ്റി നിർത്താം. അടിസ്ഥാനമില്ലാത്ത അനേകം കെട്ടുകഥകളും മുയലുകളെപ്പറ്റി പ്രചാരത്തിലുണ്ട്. പ്രസവിച്ച ശേഷം മുയലുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുമെന്നത് അതിലൊന്നാണ്. എന്നാൽ ഇത് മുയലുകളുടെ സ്വഭാവമല്ല. വൈറ്റമിനുകളുടെ കുറവ് മൂലമാണ് മുയൽ ഉൾപ്പെടെയുള്ള ചില ചെറിയ മൃഗങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്നത്. വൈറ്റമിൻ്റെ കുറവ് പരിഹരിച്ചാൽ ഈ പ്രവണത ഇല്ലാതാക്കാം. മുയലുകളുടെ തൊലിപ്പുറമെ ചൊറി പോലെ വരുന്നതാണ് മറ്റൊരു രോഗം. ഇതും അണുബാധ മൂലമാണ്. മൃഗഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നൽകിയാൽ ഈ രോഗവും 3 ദിവസത്തിനുള്ളിൽ മാറ്റാവുന്നതാണ്. വംശശുദ്ധീകരണം ശ്രദ്ധിക്കണമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പുല്ലിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അവശിഷ്ടങ്ങളും കാഷ്ടവും മൂത്രവും അതാത് സമയങ്ങളിൽ മാറ്റി കൂട് വൃത്തിയാക്കി വയ്ക്കാൻ പ്രത്യേക നിഷ്കർഷ തന്നെ വേണം. കുമാറിൻ്റെ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് മുയൽ വളർത്തുന്ന ഒരു കർഷകന് പണം വാരാൻ നിഷ്പ്രയാസം കഴിയും. കുമാറിൻ്റെ 1.5 വയസ്സായ മകൻ്റെ പ്രധാന കൂട്ട് ഈ മുയലുകളാണ്. അവൻ്റെ ചെറിയ ശാഠ്യവും കരച്ചിലുമെല്ലാം മുയലുകളെ കാണുന്നതോടെ മാറുന്നു. മുയൽ കുഞ്ഞുങ്ങളെ ഇമച്ചിമ്മാതെ നോക്കിയിരിക്കാൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണ്? ഉപകാരമല്ലാതെ ഉപദ്രവം ചെയ്യാത്ത ഈ മുയലുകൾ ആരോടും പെട്ടെന്നിണങ്ങുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളുടെയെല്ലാം സംശയ നിവാരണത്തിനായി ആർക്കും കുമാറിനെ വന്ന് കാണാം. ഒരു നിശ്ചിത സംഖ്യ ഫീസും സമയവും നിശ്ചയിച്ച് കുമാർ മറ്റുള്ളവരുടെ ഫാമുകൾ സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാറുമുണ്ട്. ഒട്ടേറെ പേർ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നു. ഒരു യൂണിറ്റ് മുയലിനെയെങ്കിലും വാങ്ങി വളർത്താൻ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും ഉയർന്നു വരുന്നു. കുമാറിൻ്റെ മുയലുകൾ ഇനി ഈ വീടിൻ്റെ പരിസരത്തിൽ നിന്ന് 7 ഏക്കർ വിസ്തൃതിയിൽ പണിതീർന്നു വരുന്ന വിശാലമായ ഫാമിലേക്ക് മാറുകയാണ്. കൂടുതൽ മുയലുകൾ, കൂടുതൽ ആദായം, കൂടുതൽ മാനസിക ഉല്ലാസം എന്ന തലത്തിലേക്ക് കുമാറും ചുവടുമാറുന്നു. നവക്കരയിൽ 15 ഏക്കർ ഭൂമി കൂടാതെ 7 ഏക്കർ പാട്ടത്തിനെടുത്ത് അവിടെ വിപുലമായ പച്ചക്കറിയും വീടിനോട് ചേർന്ന് തന്നെ നെയ്ത്തും ഒരു കോക്കനട്ട് ഫൈബർ യൂണിറ്റും കൂടി കുമാർ നോക്കി നടത്തുന്നുണ്ട്. കുമാറിൻ്റെ കുടുംബാംഗങ്ങളും ഇതിൽ സഹായിക്കുന്നുണ്ട്. 10 ലക്ഷം മുടക്കിയാണ് വീടിനടുത്തുള്ള ഷെഡിൽ നെയ്ത്തു യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. തിരുപ്പൂരിലെ നൂൽ കമ്പനിയുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വച്ച് കുമാർ വസ്ത്രം നെയ്തു കൊടുക്കുന്നു. നൂലും ഓർഡറും കമ്പനി കൊടുക്കും. 1 മീറ്ററിന് 2 രൂപ 10 പൈസ നിരക്കിലാണ് കമ്പനിക്ക് തുണി നെയ്തു നൽകുന്നത്. അതിൽ ചെലവെല്ലാം കഴിച്ച് 1 മീറ്ററിൽ 1 രൂപ ലാഭം കിട്ടും. ഈ ചെറിയ നെയ്ത്തുശാലയിൽ ഒരു മാസം 20,000 മീറ്റർ തുണി നെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മാത്രം ലഭിക്കുന്ന മാസവരുമാനം 20,000 രൂപയാണ്. നെയ്ത്ത് യൂണിറ്റ് വികസിപ്പിക്കാനും കുമാറിന് പദ്ധതിയുണ്ട്. പപ്പായയും പുളിയും അതിരിടുന്ന പറമ്പുകൾ. കുറച്ചകലെയുള്ള പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുന്നത് തെങ്ങിൻ തോപ്പിനിടയിലൂടെയുള്ള വഴിയിലൂടെയാണ്. ഇത്തിരി ദുർഘടം തന്നെയാണ് ഈ പാത. വലിയ ഒരു പാറക്കെട്ട് താണ്ടി വഴി ചെന്നെത്തുന്നത് കുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കർമ്മഭൂമിയായ കായ്ക്കറിത്തോട്ടത്തിൽ. തെങ്ങും പാവലും പടവലവും ചുരക്കിയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. രൂക്ഷമായ വെള്ളക്ഷാമമില്ലാത്തത് എടുത്തു പറയേണ്ട അനുഗ്രഹം. 5 ഏക്കറിൽ നിരയൊപ്പിച്ച് നട്ടിരിക്കുന്ന ചുരക്കയും പടവലവും 3 ഏക്കറിലുള്ള പാവലും പരിചരണത്തിൻ്റെ ശ്രദ്ധ എത്രമാത്രം ലഭിക്കുന്നതാണെന്ന് സാക്ഷ്യപ്പെടുത്തും. കരിങ്കൽ കാലുകൾ മണ്ണിലുറപ്പിച്ച് അതിൽ കമ്പിയും കയറും വരിഞ്ഞാണ് പാവൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് നടന്നു പോകാവുന്ന ഉയരമുണ്ട് പന്തലിന്. ഇടയിൽ കാവലിനായും വിശ്രമത്തിനായും കെട്ടിയിരിക്കുന്ന ഒരു പർണശാല പോലുള്ള കുടിൽ. ജൈവവളം മാത്രമേ ഉപയോഗിക്കൂ എന്ന് വാശിയുള്ള കുമാറിന് അത് വമ്പിച്ച ലാഭം നേടിത്തരുന്നുണ്ടെന്ന് പറയാനുമാകും. വിപണിയിലേക്ക് കൊണ്ടുപോകാൻ പറിച്ചു വച്ചിരിക്കുന്ന കായ്ക്കറികൾ അത് ശരിവയ്ക്കുകയും ചെയ്യും. തട്ടുകളായി കിടക്കുന്ന ഈ ഭൂമിക്കപ്പുറം കരിമ്പാറ പരപ്പുകളാണ്. അകലെ കാവൽ കിടക്കുന്ന മലകളും കരിമ്പനകളും. എന്നിട്ടും ഇവിടേക്ക് വെള്ളമെത്തുന്നു. അതിൻ്റെ സമൃദ്ധിയിൽ കൃത്യമായ പരിചരണത്തോടെ പച്ചക്കറികൾ വളരുന്നു.
ഓരോ കുടുംബാംഗത്തിൻ്റെയും ശ്രദ്ധയും പരിപാലനവും ഈ തോട്ടത്തിലുണ്ട്. ഇന്ന് കുമാർ സന്തുഷ്ടനാണ്. ആരുടെയും മുന്നിൽ തലകുനിച്ച് നിന്ന് ശമ്പളം വാങ്ങിക്കില്ല എന്ന വാശി സാഫല്യമടയുന്നതിൻ്റെ സന്തോഷം. കുമാരൻ്റെ മകൻ ഉന്നം വയ്ക്കുന്നതും തലമുറകളായി കൈമാറിക്കിട്ടിയ കാർഷിക പാരമ്പര്യം തന്നെയാവാം. അതിലേക്ക് അച്ഛനെപ്പോലെ ഇത്തിരി സാഹസികത കൂടി കൂട്ടിക്കലർത്തിയാൽ നാളെകൾ ഈ കുരുന്നിൻ്റേതായി മാറും. കുമാരൻ്റെ പാവൽപ്പാടത്തിനപ്പുറം ഒരു പകൽ മുഴുവൻ പിന്തുണ നൽകിയ സൂര്യൻ മറയുകയാണ്. അപ്പോഴും കുമാരൻ്റെ ജോലികൾ അവസാനിക്കുന്നില്ല. അതിന് സഹായമായിട്ടെന്ന പോലെ മലകൾക്കപ്പുറത്ത് നിന്ന് പൂർണ്ണചന്ദ്രൻ കയറി വരുന്നു. പൗർണമിയുടെ നിറനിലാവിൽ സൗന്ദര്യമണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി. ഐശ്വര്യത്തിൻ്റെ അമ്മ ഉത്സാഹിയായ മനുഷ്യന് രാവും പകലും ഒരേപോലെ വെളിച്ചം പകർന്ന് തുണ നിൽക്കും.